വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്, ഡേറ്റ് മാർബിൾ കേക്ക്. അപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തേക്കുന്നത് മൈദ ഇതിപ്പോൾ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അരിപ്പയിൽ തള്ളിയെടുത്താലും നല്ലത്. മൈദയും ബേക്കിംഗ് പൗഡറോട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക, എന്നിട്ടിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് ബട്ടർ ആൻഡ് ഷുഗർ ക്രീം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 150 ഗ്രാംസ് ബട്ടറാണ്. ഇതിലേക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര. ബ്രൗൺ ഷുഗർ ഉപയോഗിക്കേണ്ടവർക്ക് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. ബട്ടറും ഷുഗറും കൂടെ ക്രീം ചെയ്യാം. ഇനിയും അടുത്ത സ്റ്റെപ്പ്, ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഈ റെസിപ്പിയിൽ നമുക്ക് വേണ്ട 2 മുട്ടയാണ്. 1 at a time ചേർക്കാം. മുട്ട ഇടുന്നതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുക. 1-2 ടീസ്പൂൺ മൈദ. അത് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യുക. ലൈറ്റായിട്ട്, ഫുൾ മിക്സ്ഡ് ആയിട്ടില്ല. അടുത്ത എഗ്ഗ് ചേർക്കാം. വീണ്ടും കുറച്ച് മൈദ. പിന്നെ നമുക്ക് ചേർക്കാനുള്ള വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് സൈഡ്സ് എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക, ക്ലീൻ ആക്കി കൊടുക്കുക. ഇതിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അറൗണ്ട് പോവുക, നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനെ ഫോൾഡിങ് എന്ന് പറയുന്നത്. ഇനി പാലും കൂടെ ചേർക്കാം. ഇനി കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ബാറ്റർ ഇപ്പം നല്ല തിക്കാണ്. അപ്പം ബാക്കിയുള്ള പാലൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ആമണ്ട് ഫ്ലേക്സ് ഞാൻ ചേർക്കുക. 1-2 ടേബിൾ സ്പൂൺ. ഇനി ഈ ബാറ്റർ നമ്മൾ മാർബിൾ കേക്ക് ആണല്ലോ ചെയ്തത്, അപ്പോൾ ഈ ബാറ്റർ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു 1/3 വേറൊരു ബോളിലേക്ക് മാറ്റാം. ഇത്ര ഞാൻ വേറൊരു ബോളിലേക്ക് മാറ്റി. ബാക്കി ഈ ബോളിൽ തന്നെ വെച്ചു. ഇതിനകത്തേക്ക് ഇവിടെ നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 1/2 കപ്പ് ഡേറ്റ്സ്. 1/2 കപ്പ് ഡേറ്റ്സിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുക. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു 3-4 മണിക്കൂർ വെക്കണം. ഒരു 4 മണിക്കൂറൊക്കെ കിട്ടിയാൽ നല്ലത്. അതിന് ശേഷം അത് നന്നായിട്ട് മിക്സിലിട്ട് പ്യൂർ ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തേക്കുന്നതാണ് ഈ ഡേറ്റ് മിക്സ്ചർ. അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഡേറ്റ്സ് നന്നായിട്ട് സോഫ്റ്റ് ആവും. ബേക്കിംഗ് സോഡ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് സോഫ്റ്റ് ആവും, നല്ല കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഡേറ്റ് മിക്സർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മാർബിൾ കേക്ക് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മളെപ്പോഴും കോമൺ ആയിട്ടുള്ളത് വാനിലയും ചോക്ലേറ്റും വെച്ചിട്ടുള്ളതാണ്. ഇത് ഡേറ്റ് ആയിരിക്കും ഇതിന് ഡാർക്ക് കളർ കൊടുക്കുന്നത് ഈ കേക്കിൽ. അപ്പോൾ ഇപ്പം നമ്മുടെ ഡേറ്റ് മിക്സ്ചറും റെഡിയായി, വൈറ്റ് കേക്കിനുള്ള വാനില ബാറ്ററും റെഡിയായി. ഇനി നമുക്ക് രണ്ടും കൂടെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈൻ ചെയ്യാം.
ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 7.25 ഇഞ്ച് പാനാണ്. 8 ഇഞ്ച് പാന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തായിട്ട് ഈ 2 ബാറ്ററും നമുക്ക് ഈ ട്രെയിൽ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒഴിക്കാം, പക്ഷെ പൈപ്പിംഗ് ബാഗിൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നീറ്റായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഡയറക്റ്റ് ഒഴിച്ചാൽ മതി. ഒഴിച്ചു. അടുത്ത വൈറ്റ് ബാറ്റർ, നല്ല ബാറ്റർ. നല്ല ബാറ്ററൂടെ ഒഴിച്ചു കൊടുക്കാം ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പോൾ ഇടയ്ക്കത്തെ ഗ്യാപ്പ് ഓൾട്ടർനേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല നല്ല മാർബിൾ ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്പേസ് ഇതുപോലെ ഫില്ല് ചെയ്യാം. രണ്ട് ബാറ്ററും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചു. ഇനി ഇത് ഒരു ഫോക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് സ്വേൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോക്ക് വെച്ച് നന്നായിട്ട് സ്വേൾ ചെയ്തു. ഇതിങ്ങനെ തന്നെ വേണം ബേക്ക് ചെയ്യാൻ വെക്കാം. ആമൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ആമൻസിൻ്റെ മേലെ ഇടാം. ഞാൻ കുറച്ച് ആമൻസ് മേലെ ഗാർണിഷായിട്ട് ഇടുക. ആമൻസ് അറേഞ്ച് ചെയ്തു. ഇനി 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കുന്നത് അവരിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വുഡൻ സ്ക്യൂവേഴ്സ് വരെ നടുക്ക് പ്രിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നാൽ ബേക്ക്ഡ് ആയിട്ടുണ്ടാവും. ഇതൊന്ന് കൂളാവാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. കേക്ക് അത്യാവശ്യം കൂളായി. ഞാൻ ഇത് റിമൂവ് ചെയ്യുക. ഓക്കെ, അടിയിലത്തെ ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, അതോടെ തന്നെ എടുത്ത് വെക്കാം. നമ്മുടെ ഡേറ്റ് മാർബിൾ കേക്ക് റെഡിയായി. ആ മാർബിൾ ഇഫക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ യൂഷ്വലി ചോക്ലേറ്റ് ആൻഡ് വാനിലയാണ്. ഇത് നമ്മൾ ഡേറ്റും വാനില കേക്കിൻ്റെ ഒരു മാർബിൾ ഇഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.